ഹായ്, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുറിഞ്ഞ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ഇന്ന് വേറൊരു ഫംഗ്ഷനാണ് എടുത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പേരിട്ടതാട്ടോ, മുറിഞ്ഞ ഫംഗ്ഷൻ. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എഴുതിക്കോളി. ഇവാലുവേറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു -1 ആണ്. ഇഫ് ടിന്റെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടക്കാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ടിന്റെ വാല്യൂ -1 ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് ടിന്റെ വാല്യൂ 1 ആണ്, ടിന്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇതിന് എന്ത് ചെയ്യുക, ഇന്റഗ്രലിന്റെ തലമ്പലും വാലുമ്പലും കൊടുക്കുക. അങ്ങനെ വരും ഇന്റഗ്രൽ 0 മുതൽ 1 വരെ. സെറ്റ് ആണല്ലോ. e റൈസ് ടു -st ഇൻറ്റു എഫ് ഓഫ് ടി എന്നാണ് വേണ്ടി. എഫ് ഓഫ് ടിക്ക് പകരം അവിടെ ആരാണുള്ളത്? -1 ആണുള്ളത്. അപ്പൊ ഞാൻ ഇൻറ്റു 1 എന്ന് കൊടുത്തു. നെഗറ്റീവിനെ അങ്ങോട്ട് എഴുതിട്ടോ, പുറത്ത് കിട്ടും. ഡി ടി പ്ലസ് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി, 1നേക്കാട്ടിൽ കൂടുതലും e റൈസ് ടു -st ഇൻറ്റു എഫ് ഓഫ് ടിക്ക് പകരം 1 കൊടുത്തു. ഡി ടി എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്താൽ എന്താ വരാ? വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഉണ്ട്. ഇന്റഗ്രൽ e റൈസ് ടു -st ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ e റൈസ് ടു -st തന്നെയാണ്. e റൈസ് ടു -st ന്റെ ഇന്റഗ്രൽ വരുന്നത് e റൈസ് ടു -st ഡിവൈഡഡ് ബൈ -s ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. 0 മുതൽ 1 വരെ കൂട്ടണം. പ്ലസ് e റൈസ് ടു -st ഇൻറ്റു 1. ഓക്കെ, e റൈസ് ടു -st ഡിവൈഡഡ് ബൈ -s ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. 1 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ നെഗറ്റീവും കൂടിയിട്ട് എന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി. 1/s പുറത്ത് എടുക്കുകയാണ്. 1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു e റൈസ് ടു -st 0 ടു 1 പ്ലസ് ഈ നെഗറ്റീവ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പോസിറ്റീവ് മാറിയിട്ട് അവിടെ നെഗറ്റീവ് ആവും. 1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു e റൈസ് ടു -st അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 1 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇത്രയും കാര്യം കത്തിയല്ലോ. എന്ത് ചെയ്യാൻ നേരം പുറത്തേക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ 1/s ആദ്യം എഴുതി. ടിക്ക് പകരം അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e റൈസ് ടു -s എന്ന് വരും. ലോവർ ലിമിറ്റ് കൊടുത്താൽ -e റൈസ് ടു 0 എന്ന് വരും. t ഇൻറ്റു 0 s ഇൻറ്റു 0 ആണ്. ഓക്കെ, -1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു പിന്നെന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ് e റൈസ് ടു -s ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ e റൈസ് ടു -ഇൻഫിനിറ്റി ആണ്. മൈനസ് e റൈസ് ടു s t ഇൻറ്റു ടിക്ക് പകരം 1 കൊടുത്താൽ e റൈസ് ടു -s ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? e റൈസ് ടു -s തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ്? e റൈസ് 0ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. e റൈസ് ഇൻഫിനിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു ഇത് 1 ആണല്ലോ. e റൈസ് ടു -s മൈനസ് 1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു ഇത് 0 ആയി പോയി. ഈ നെഗറ്റീവ് എന്തായിട്ട് മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. ഇൻറ്റു e റൈസ് ടു -s. ഓക്കെ, ഇനി 1/s ഉള്ളിൽ ഗുണിക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു e റൈസ് ടു -s ഉണ്ട്, ഡിവൈഡഡ് ബൈ s വരും. മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ അടിയിൽ s വരും s പ്ലസ് e റൈസ് ടു -s. അതായത് 1 ഇൻറ്റു e റൈസ് ടു -s എന്ന് പറഞ്ഞാൽ എന്താണ്? e റൈസ് ടു -s ആണ്, ഡിവൈഡഡ് ബൈ s. ഇത് രണ്ടും നമുക്ക് കൂട്ടിക്കൂടെ അല്ലെ? e റൈസ് ടു -s ഡിവൈഡഡ് ബൈ s ആണ്. ഇതും e റൈസ് ടു -s ഡിവൈഡഡ് ബൈ s ആണ്. എൻ്റെ കയ്യിലൊരു തേങ്ങ ഉണ്ട്, മറ്റേ കയ്യിൽ വേറെ തേങ്ങയുണ്ട്. 2 തേങ്ങയും കൂട്ടി എത്താണ്? 2 തേങ്ങ. അപ്പൊ ഇതൊരു തേങ്ങയായിട്ടും ഇതൊരു തേങ്ങയായിട്ടും സങ്കല്പിച്ചാൽ മതി. രണ്ടും ഒരേ മതിരല്ലേ? തേങ്ങയും മാങ്ങയും കൂട്ടാൻ പറ്റൂല, തേങ്ങയും കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? വിച്ച് ഈസ് ഈക്വൽ ടു 2 e റൈസ് ടു -s ഡിവൈഡഡ് ബൈ s എന്ന് വരും. ഇത് 2 എണ്ണം. പിന്നെ -1 ഡിവൈഡഡ് ബൈ s. ഇത് 2 സെയിം ആണല്ലോ. ഇതിനെ കുറച്ച് എഴുതാൻ പറ്റും. 2 ഇൻറ്റു e റൈസ് ടു -s -1 ഡിവൈഡഡ് ബൈ s ആണ് എന്ത് വരിക? ആൻസർ വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതേപോലെ മുറിഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? കൂടുതൽ എക്സാമ്പിൾ എന്ത് ചെയ്തൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. താങ്ക് യു.